ഹായ് ഹലോ. ഇന്ന് നമുക്ക് പച്ചരി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ മൈദയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റിയാണ്. നല്ല ക്രിസ്പി ആയിട്ടാട്ടോ ഉണ്ടാകാൻ. പുറന്നോടൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റിയാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട. ഫില്ലിങ്ങിനായിട്ട് ഇറച്ചിയോ മീനോ ഒന്നും വേണ്ടിയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളെ സ്നാക്ക് എങ്ങനെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പച്ചരി നമുക്ക് 3-4 പ്രാവശ്യമായിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. നല്ല രീതിക്ക് തന്നെ കഴുകിയെടുത്തിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്ന് മാറ്റിയെടുക്കണം. എന്നിട്ട് നമുക്കിതിനൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളിതാ വെള്ളമൊക്കെ വെച്ചിട്ട് നന്നായിട്ട് പച്ചരി കഴുകിയെടുക്കാട്ടോ ചെയ്യുന്നത്. ഇനി ഇതിനെ നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഒരുപാട് സമയം വെക്കണ്ട കേട്ടോ. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സമയം പോലെ 3-4 മണിക്കൂറൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വെക്കാനും പാടില്ല കേട്ടോ. ഒരു 1-1.5 മണിക്കൂർ മാത്രം വെച്ചാൽ മതി. ആ ഒരു സമയം കൊണ്ട് നമ്മൾ പച്ചരി ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് കൈ എടുത്തിട്ട് കുതിർത്ത് വെച്ചിട്ട് നമ്മൾ പച്ചരി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലെ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് പച്ചരി മാത്രമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ചോറാണ്. ഒരുപാട് ചോറ് ചേർക്കരുത്. എന്നുവെച്ചാൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ക്രിസ്പി ആയിട്ട് കിട്ടൂല. അത് നല്ല സോഫ്റ്റ് ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 3 ടീസ്പൂണോളം ചോറ് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 കപ്പ് പച്ചരിക്ക് 3 ടീസ്പൂണ് ചോറ് ചേർത്താൽ മതി. ഏകദേശം 1/4 കപ്പ് ചോറായിട്ട് ഉണ്ടാകാൻ. ഇനി ഇതിലേക്ക് നമുക്കിതാ ഇതുപോലെ സമമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മളെ ചോറിനും പച്ചരിക്കും കണക്കായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് ദോശമാവൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു പാകത്തിന് റെഡിയാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മാവ് കട്ടിയില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. നമ്മൾ നീർദോശനുള്ള ആ ഒരു പാകത്തിന് വേണം മാവ് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അതിലേക്ക് നമ്മളിപ്പോൾ ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ ഒരു പിഞ്ചോളം ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ചില്ലി ഫ്ലെക്സും കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്. അപ്പോൾ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി നമ്മൾ മാവ് ലൂസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ചെറിയൊരു മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് വാട്ടുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പം ചേർത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതൊരു 1/4 ടീസ്പൂൺ കേട്ടോ. ഒരു കളറിന് വേണ്ടി മാത്രമാണ് നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ചോളം മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കുക. നമ്മൾ ഈ ഒരു മിക്സിങ്ങിലാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് കിടക്കുന്നത്. ഒന്നും ചേർക്കണ്ടില്ല. ഇനി വേറെ പൊടികളോ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ച് വെക്കുക. അപ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഒതുക്കിയെടുക്കാം. നമ്മൾ സവാളയിലെ വെള്ളമൊക്കെ ഒന്ന് പുറത്ത് ചാടി വരുന്നവരെ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കണേ. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ആട്ടോ വേണ്ടുള്ളൂ. ഇനി ഒരുപാട് സമയം നിന്നിട്ട് മിക്സ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ രീതിക്കൊന്ന് നമ്മൾ സവാള ഒന്ന് ഒതുങ്ങിയത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ മിക്സിങ് അങ്ങ് നിർത്താം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ദോശമാവ് വെച്ചിട്ട് ദോശ ഇട്ടെടുക്കണം. അപ്പോൾ നമ്മളിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകില്ല. ഇനിയിപ്പോൾ പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ദോശമാവ് കുറച്ചൊന്ന് ബാക്കി വെച്ചാൽ മതിയേ. എന്നിട്ട് അതിലൊന്ന് മുക്കിയെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പൊട്ടിപ്പോയ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് ആറി വന്ന സമയത്ത് നമ്മളിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സൈഡ് ഭാഗം ഒരു 10 സെക്കൻഡ്, ഒരുപാട് സമയമൊന്നും വെക്കേണ്ട, ഒരു 10 സെക്കൻഡ് വെച്ചതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ള മാവൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ദോശ ഇതുപോലെ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ നടുഭാഗത്തേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു സവാള ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഓരോന്നും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ചുട്ടിയെടുത്താൽ മതി. അതിനെ ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതങ്ങ് ഒട്ടിക്കിടന്നോളും. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതാ ഓയിൽ കുറച്ചൊന്ന് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കാം. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ലോ ഫ്ലെയിമൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിന് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് വെച്ചിട്ട് ഒരു 10 സെക്കൻഡ് അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ. എന്നാൽ മാത്രമേ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ.
അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങനെ നെക്കി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവട്ടെ അതൊന്ന് ക്രിസ്പിയായി വരുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് വീണ്ടും ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ അത് ക്രിസ്പിയായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഒരുപാട് സമയം വെക്കേണ്ടിയില്ല, അതങ്ങ് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആയി നന്നായിട്ടൊന്ന് മുരിഞ്ഞെന്ന് കാണുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയാണ്, പുറമൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും. അതിൻ്റെ ആ ഒരു നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ അത് പറയാനേ പറ്റില്ല കേട്ടോ. ഇറച്ചിയോ മീനോ ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും നമുക്കിത് ഒരു തവണ കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും കേട്ടോ. അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാക്കിനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.